എന്താണ് ദീപാവലി എന്നറിയുമോ? ദീപം എന്നാൽ വിളക്ക്, ആവലി എന്ന് വെച്ചാൽ നിര. നിരനിരയായി വിളക്ക് കത്തിക്കുന്നതിനാണ് ദീപാവലി എന്ന് പറയുന്നത്. എന്താണ് ഇതിന്റെ പശ്ചാത്തലം? 14 വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചെത്തിയതിനെ അംഗീകരിച്ചിട്ടാണ് ദീപാവലി ആഘോഷിക്കുന്നത്. അതിന്റെ ഓർമ്മ പുതുക്കൽ. മറ്റൊരു ഐതിഹ്യം കാണാം. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെ പേരിലാണ് ദീപാവലി ആഘോഷിക്കുന്നത്. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ ആഘോഷിക്കുന്ന ഉത്സവമാണത്രേ ദീപാവലി. തുലാമാസത്തിന്റെ അമാവാസി ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത്. ദീപങ്ങളുടെ ഉത്സവമായി ഈ ദിവസം ഹിന്ദു, ജൈന, സിഖ് മതവിശ്വാസികൾ മൺവിളക്കുകൾ തെളിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷിക്കുന്നു. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, സംസ്കൃതത്തിലെ അതേ പേരിലും ദീപാവലി എന്ന പേരിലും മറ്റു ഭാഷകളിൽ ദിവാലി എന്ന പേരിലും ആചരിക്കുന്നു. ഇത് മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുമോ? മുസ്ലിമീങ്ങളുടെ ആഘോഷമാണോ? ഇതിൽ നിന്നും മനസ്സിലാകുന്നത് മുസ്ലിമീങ്ങളുടെ ആഘോഷമല്ല എന്നാണ്. കാരണം ശ്രീരാമനും ശ്രീകൃഷ്ണനും ഇസ്ലാമുമായി ബന്ധമില്ലല്ലോ. അപ്പോൾ ഒരാൾ ദീപാവലി ആഘോഷിച്ചാലോ? മറ്റു മതങ്ങളുടെ പൂജ എന്ന രീതിക്ക് ദീപാവലി ആഘോഷിച്ചാൽ അവൻ അവിശ്വാസിയാണ്, കാഫിറാകും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വെറും സാദൃശ്യം എന്നാണെങ്കിൽ അവർ പടക്കം പൊട്ടിക്കുന്നു, ഞങ്ങളും പടക്കം പൊട്ടിക്കുന്നു. ആ രീതിയാണെങ്കിൽ ഹറാമാണ്, തെറ്റാണ്. അവര് വിളക്ക് കത്തിക്കുന്നു, ഞങ്ങളും വിളക്ക് കത്തിക്കുന്നു എന്ന രീതിയിലാണെങ്കിൽ ഹറാമാണ്, തെറ്റാണ്. ഇനി പ്രകാശം ലഭിക്കണം എന്ന് കരുതിയിട്ടാണെങ്കിൽ അത് അനുവദനീയമാണ്. ആരോട് സാദൃശ്യതയില്ല, അങ്ങനെ ഒരു ചിന്തയില്ലാതെ വിളക്ക് കത്തിക്കുന്നതിന്റെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഈ പടക്കം പൊട്ടിക്കല് മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന പ്രവണതകളാണ് ഇന്ന് അധികവും കണ്ടുവരുന്നത്. മറ്റുള്ളവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുക. നമുക്കൊക്കെ അറിയാമല്ലോ, നിസ്കരിക്കുമ്പോൾ തന്നെ അവൻ ഖുർആൻ ഓതുമ്പോൾ തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയാണ്, തെറ്റാണ്. പള്ളിയിലകത്ത് നിസ്കരിക്കാതെ കടന്നുറങ്ങുന്നൊരു മനുഷ്യൻ, നിസ്കരിക്കാൻ അവന് ഇനിയും സമയമുണ്ട്, ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ നീ ഉച്ചത്തിൽ ഖുർആൻ ഓതുന്നത് തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന മതം. എങ്ങനെ പടക്കം പൊട്ടിക്കാനാ? മറ്റുള്ളവരെയൊക്കെ ബുദ്ധിമുട്ടിച്ച് റോഡുകളിലേക്ക് പടക്കം എറിഞ്ഞ് എങ്ങനെ ആഘോഷിക്കാൻ പറ്റും? ഒരിക്കലും സാധിക്കില്ല, മുസ്ലിമീങ്ങൾക്ക് കഴിയില്ല. അപ്പൊ മതത്തിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന പ്രവണതകളാണ് എങ്കിൽ പടക്കം പൊട്ടിക്കലൊക്കെ ഹറാമാണ്, തെറ്റാണ്. ഇന്നലെ തന്നെ എത്രയോ ആളുകളാണ് വെന്തു മരിച്ചത്, അപകടത്തിൽപ്പെട്ടത്. ഇതൊന്നും കണ്ടിട്ട് മുസ്ലിമീങ്ങൾക്ക് പാഠമില്ല, മറ്റുള്ളവർക്കും പാഠമാകുന്നില്ല. പിന്നെയും പടക്കത്തിന്റെ പിന്നാലെ പോവുകയാണ്, അപകടങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളെ കൊണ്ടിടുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചില്ലേ, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. നിങ്ങൾ ഏതെങ്കിലും അന്യ സമുദായത്തോട് സാദൃശ്യതയുണ്ടായാൽ നിങ്ങൾ അവരിൽപ്പെട്ട ആളായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, മുസ്ലിം എന്ന് പേര് വെച്ചിട്ട് കാര്യമില്ല, അവരിൽപ്പെട്ട ആളുകളായിപ്പോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുരുക്കത്തിൽ ദീപാവലി ആഘോഷം മുസ്ലിമീങ്ങളുടെ ആഘോഷമാണോ? അല്ല. എല്ലാ വിഷയത്തിലും മുസ്ലിമിന്റെ സ്പിരിറ്റ് പറയുന്ന ചില ആളുകളുണ്ട്. പക്ഷെ ആഘോഷങ്ങൾ അവരോടെല്ലാ നിലയ്ക്കും യോജിക്കുന്ന രീതി, അത് തെറ്റാണ്. മുസ്ലിമീങ്ങളുടെ ആഘോഷത്തിൽ അമുസ്ലിമീങ്ങൾ പങ്കെടുക്കണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കേണ്ട കാര്യമില്ല. അതുപോലെ അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി പങ്കെടുക്കണം? അവരുടെ ആഘോഷത്തിൽ പോയി നമ്മൾ തലയിടുന്നത് അതാണ് വർഗീയത. നമ്മുടെ ആഘോഷത്തിൽ അവരും പങ്കെടുക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് വർഗീയത. അവരുടേതായ മതം നിർദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ആർക്കും വിഷമമുണ്ടാവൂല, ഒരു പ്രതിസന്ധി ഉണ്ടാവൂല. എല്ലാവർക്കും മതേതരത്വത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാനുള്ള സന്മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.